സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ജൂലൈ 29 ബുധൻ. സേന മാറണം, സംസ്കാരവും. സാറേ, എൻ്റെ പപ്പയ്ക്ക് വയ്യെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ. ഇപ്പോൾ എൻ്റെ പപ്പ പോയി. കുണ്ടറ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സിയാദിന്റെ മകളുടെ ഈ കരളലിയിക്കുന്ന വാക്കുകൾ കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നു. നിയമം കാക്കാൻ നിയോഗിക്കപ്പെട്ടവർക്ക് മുമ്പിൽ ഒരു പെൺകുട്ടിയുടെ നിലവിളി പോലും വിലയില്ലാതായോ എന്ന ചോദ്യമാണ് ഈ ശബ്ദരേഖ ഉയർത്തുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് സർക്കാരിനോ പോലീസിനോ ഒഴിഞ്ഞുമാറാനാവില്ല. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ച സിയാദ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം അതീവ ഗൗരവതരമാണ്. പോലീസ് മർദ്ദനത്തെ തുടർന്നല്ല, അസുഖം ഗുരുതരമായതിനെ തുടർന്നാണ് സിയാദ് മരിച്ചതെന്ന വാദമാണ് പോലീസ് ഉയർത്തുന്നതെങ്കിലും അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും പരിശോധിച്ചാൽ ബോധ്യമാവുക ഈ പാപക്കറയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിന് കൈ കഴുകാനാവില്ലെന്നാണ്. വെറും ഒരു കസ്റ്റഡി മരണം എന്നത് മാത്രമല്ല, കസ്റ്റഡിയിലെടുത്ത രീതി, പരാതിക്കാരിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വനിതാ പോലീസില്ലാതെ അർദ്ധരാത്രിയിൽ അന്വേഷണത്തിന്റെ ഭാഗമാക്കിയത്, മർദ്ദനാരോപണങ്ങൾ, GD രേഖകളെക്കുറിച്ചുള്ള സംശയങ്ങൾ, പുറത്തുവന്ന ശബ്ദരേഖ ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കേരള പോലീസിലെ ഒരു വിഭാഗം ഇന്നും നിയമമല്ല, പ്രാകൃതമായി മൂന്നാം മുറയാണ് അന്വേഷണ മാർഗമായി കരുതുന്നതെന്ന ഗുരുതര ആശങ്കയാണ് ശക്തമാകുന്നത്. ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിന്റെയും ഡിജിറ്റൽ തെളിവുകളുടെയും ഫോറൻസിക് സംവിധാനങ്ങളുടെയും കാലത്തും മർദ്ദനത്തിലൂടെ സമ്മതിപ്പിക്കൽ വേണമെന്ന മനോഭാവം ചില ഉദ്യോഗസ്ഥരിൽ തുടരുന്നുണ്ടെങ്കിൽ അത് വ്യക്തിയുടെ മാത്രം വീഴ്ചയല്ല, പോലീസ് സംവിധാനത്തിന്റെ പരാജയമാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കസ്റ്റഡി മർദ്ദനവും ലോക്കപ്പ് മരണവും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കോടതികളും മനുഷ്യാവകാശ കമ്മീഷനും ആവർത്തിച്ച് ഇടപെടേണ്ടി വന്നു. ആ കരിനിഴലിൽ നിന്ന് കേരളം മോചിതമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റ് തുടക്കത്തിൽ തന്നെ സമാനമായ ഒരു സംഭവം ഉയർന്നു വന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. സർക്കാർ മാറിയാലും പോലീസ് അവരുടെ സംസ്കാരം മാറ്റുന്നില്ലെങ്കിൽ അതിനെ പോലീസ് രാജ് എന്ന് വിളിക്കേണ്ടി വരും. കേരള പോലീസിന് മികച്ച പാരമ്പര്യമുണ്ട്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ഇടപെടലുകൾ അതിന്റെ തെളിവാണ്. എന്നാൽ കുറച്ചുപേരുടെ പ്രാകൃത സമീപനം മുഴുവൻ സേനയുടെയും അഭിമാനത്തെ കളങ്കപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ സ്വതന്ത്രവും സമയബന്ധിതവുമായ അന്വേഷണത്തിലൂടെ പുറത്തുവരണം. കുറ്റക്കാർക്കെതിരെ നിയമം അനുശാസിക്കുന്ന കർശന നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം കസ്റ്റഡി മർദ്ദനത്തോട് സീറോ ടോളറൻസ് എന്ന നയം പോലീസ് സേനയിൽ പ്രാവർത്തികമാക്കാൻ ആഭ്യന്തര വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണം. അടുത്തിടെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ സംരക്ഷിക്കാനുള്ള പോലീസ് ഉന്നതതല ഇടപെടലിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതാണ്. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേലും ഇത്തരം സംഭവങ്ങൾ നിഴൽ വീഴ്ത്തുന്നുണ്ട്. നിയമത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ നിഷ്പക്ഷതയാണ്. പ്രതിയുടെയോ പരാതിക്കാരന്റെയോ സ്വാധീനം നോക്കാതെ ഒരേ മാനദണ്ഡത്തിലാണ് നിയമം നടപ്പാക്കേണ്ടത്. ആ വിശ്വാസമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലായി പോലീസിന്റെ നടപടികളെക്കുറിച്ച് ഉയരുന്ന ചോദ്യങ്ങൾ ഈ ആശങ്കയാണ് ശക്തിപ്പെടുത്തുന്നത്. ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെക്കുറിച്ച് RSS സഹയാത്രികൻ TG മോഹൻദാസ് നടത്തിയ അത്യന്തം ഗുരുതരമായ പരാമർശങ്ങൾക്കെതിരെ വ്യാപകം പ്രതിഷേധമുയർന്നിട്ടും അന്വേഷണം ഇഴയുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. അതേസമയം പ്രധാനമന്ത്രിയെ അവഹേളിച്ചുവെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ കോഴിക്കോട് സൈബർ പോലീസ് അതിവേഗം കേസെടുത്തു. നിയമം ഒരേ വേഗത്തിലും ഒരേ അളവുകോലിലുമാണോ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. ഇത് UDF ഭരണത്തിലും സംഘപരിവാർ താൽപര്യ സംരക്ഷകർ കേരള പോലീസിലുണ്ടെന്ന ആരോപണം ശരിവെക്കുകയല്ലേ ചെയ്യുന്നത്. മോഹൻദാസിന്റെ പരാമർശങ്ങൾ വെറും രാഷ്ട്രീയ വിമർശനമല്ലായിരുന്നു. പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊല്ലണമെന്ന ആഹ്വാനവും സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങളും ഉൾക്കൊള്ളുന്ന അതിരുകടന്ന പ്രതികരണമായിരുന്നു അത്. മറുവശത്ത് ജാൻമണിയുടെ പരാമർശത്തിന്റെ പേരിൽ അതിവേഗം കേസെടുക്കുകയും പിന്നീട് അവർ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യം ജനങ്ങൾ കണ്ടു. ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് പരിശോധിക്കുമ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന വിശ്വാസം ശക്തിപ്പെടുന്നില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഉത്തരവാദിത്വത്തിനും ഒരുപോലെ സ്ഥാനമുണ്ട്. എന്നാൽ വിദ്വേഷം വളർത്തുന്നതോ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതോ ആയ പ്രസ്താവനകൾ ആരുടെ ഭാഗത്തു നിന്നായാലും നിയമം ഒരേ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. അതുപോലെ നിയമലംഘനം നടന്നുവെന്ന പരാതി ഉയരുമ്പോൾ അത് ആരെ സംബന്ധിച്ചാണെന്നതല്ല, പരാതിയുടെ ഗൗരവമാണ് പോലീസ് ആദ്യം പരിഗണിക്കേണ്ടത്. നിയമം ആളും തരവും നോക്കി പോലീസ് പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ പോലും ജനാധിപത്യത്തിന് അപകടകരമാണ്. നിയമം തെരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രം കർക്കശവും മറ്റു ചിലർക്ക് മാത്രം ഉദാരവുമാകുന്നുവെന്ന ധാരണ വളർന്നാൽ നിയമവാഴ്ചയുടെ വിശ്വാസ്യത തകരും. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിധേയത്വമുള്ള പോലീസിനെയല്ല, നിഷ്പക്ഷമായ പോലീസിനെയാണ്.